നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠഭാഗമാണ്. എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ 10 വയസ്സുകാരിയായ മകൾ ഇന്ദിരയ്ക്ക് അയച്ചൊരു കത്തിൻ്റെ സാരാംശമാണ് വിശ്വചരിത്ര അവലോകനത്തിൽ ഉള്ളത്. അത് വിവർത്തനം ചെയ്തതാണ് രാമനുണ്ണി മേനോൻ. 50,000 പരീക്ഷണങ്ങൾക്കൊടുവിലാണ് എഡിസന് സ്റ്റോറേജ് ബാറ്ററി നിർമ്മിക്കാൻ സാധിച്ചത്. ഇതറിഞ്ഞ എഡിസന്റെ സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, 50,000 വട്ടം പരാജയപ്പെട്ടിട്ടല്ലേ നിങ്ങൾക്കൊരു സ്റ്റോറേജ് ബാറ്ററി നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന്. ഇതറിഞ്ഞ എഡിസന്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. 50,000 തവണയും താൻ പരാജയപ്പെട്ടതല്ല, ബാറ്ററി നിർമ്മിക്കാൻ പ്രാപ്തമല്ലാത്ത 50,000 വഴികളായിരുന്നു ഞാൻ കണ്ടെത്തിയത്. ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠഭാഗത്തിൽ ശാസ്ത്ര വളർച്ചയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമുക്കറിയാം ശാസ്ത്ര പുരോഗതി അല്ലെങ്കിൽ ശാസ്ത്രീയമായ വളർച്ച ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതുമായ എന്തെല്ലാം വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് നോക്കാം. പണ്ട് അമ്മിക്കല്ലൊക്കെ ആണെങ്കിൽ ഇന്ന് മിക്സിയിലേക്കൊക്കെ നമ്മളെത്തി. പണ്ട് അലക്കും കല്ലാണെങ്കിൽ ഇന്ന് വാഷിംഗ് മെഷീനിലാണ് നമ്മളെത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൊറോണ വൈറസ് നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ലോക മഹാമാരിയായി ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം മുന്നിലേക്ക് എത്തിക്കാനായിട്ട് വിക്ടേഴ്സ് ചാനലും ഈ ഓൺലൈൻ മീഡിയയും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും സൂമും എല്ലാം പ്ലാറ്റ്ഫോമിൽ അവൈലബിളായി. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇന്നും മുന്നോട്ട് തന്നെയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. Technology has profoundly reshaped our daily lives, making connections easier and bringing innovation to our fingertips. From instant communication with loved ones to groundbreaking advancements in healthcare, its impact is undeniable. We're living in an era where technology continuously enhances our world, opening new possibilities every day. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആധുനിക ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠഭാഗത്തിൽ എഡിസന്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. എഡിസന്റെ പ്രധാനമായ കണ്ടുപിടുത്തങ്ങളാണ് പിക്ചറിൽ കാണിക്കുന്നത്. എന്തെല്ലാമാണത്? ബൾബ്, ഫോണോഗ്രാഫ്, മോഷൻ പിക്ചർ ക്യാമറ. ഇനി നമുക്ക് ഇവയുടെ ചിത്രങ്ങൾ നോക്കിയാലോ? ഫസ്റ്റ് കാണുന്നതാണ് മോണോഗ്രാഫ്, സെക്കൻഡ് കാണുന്നതാണ് രണ്ടാമത്തതാണ് പിക്ചർ ക്യാമറ, മൂന്നാമത്തത് ബൾബ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്രീയ നേട്ടങ്ങളാണ്. സ്ക്രീനിൽ 4 ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് കോവിഡ് വാക്സിൻ. കൊറോണ പോലെയുള്ള വലിയ മഹാമാരി വന്നപ്പോൾ പലരും ജീവിതത്തിലേക്ക് കരകയറിയത് വാക്സിനേഷൻ കൊണ്ടായിരുന്നു. ശാസ്ത്രീയ നേട്ടങ്ങളിൽ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാമറ. ക്യാമറയുടെ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒന്നാണ്. വെറുമൊരു ചിത്രം പകർത്തുന്നതിലുപരി ലോകത്തെ കാണുന്ന രീതിയെ തന്നെ അത് മാറ്റിമറിച്ചു. ക്യാമറ വന്നതോടെ ഉണ്ടായ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ്? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ചരിത്ര സംഭവങ്ങൾ ക്യാമറയിൽ പകർത്തി സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്
ഹരപ്പൻ സംസ്കാരത്തിലത്തൊക്കെ തന്നെ, അതുപോലെ വയനാടുള്ള എടയ്ക്കൽ കേവിലൊക്കെ തന്നെ ചിത്രങ്ങൾ, ചരിത്ര പ്രധാനമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ക്യാമറയിൽ ചിത്രങ്ങളെടുത്ത് സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ശാസ്ത്രീയ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ശാസ്ത്രീയ നേട്ടങ്ങളിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിമാനം. ആദ്യകാലത്തെല്ലാം നമുക്കറിയാം, ഒരു കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് സ്പുട്നിക് യുഗത്തിലാണ്. 19-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ശാസ്ത്രം ഒന്നിനൊന്നു പിറകെ പല അത്ഭുതങ്ങളും സാധിച്ചു. കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിമ്മിപ്പിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, അവസാനമായി വിമാനം എന്നിവ വഴിക്ക് വഴിയെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങേയറ്റത്ത് ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ അവാന്തര ഘടകങ്ങളെപ്പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു. അത് മനുഷ്യരുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ചു. അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. വ്യവസായ പ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചും. അതോടൊപ്പം തന്നെ ശാസ്ത്ര നശീകരണത്തിനുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നാസയുടെ നേതൃത്വത്തിലുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. I wanted to be the first human outside of an aircraft breaking the sound barrier. I wish to see what I can see. I almost weighed twice the weight that I normally have, and it's very difficult to do a perfect exit. Do not over-rotate, because if I start over-rotating, there's no air that you can use to slow down. Okay, Joe, I'm ready. Okay, here we go, Felix. I'm going over. Jump away. First 25 seconds, it looked like everything's under control. And after 34 seconds, I hit Mach 1, and I broke the speed of sound. Was that him breaking the... That was our goal. I wanted to be the first human outside of an aircraft breaking the sound barrier. Because of the fact that a lot of those scientists said prior to the jump, you're going to spin like crazy, and the other half said, we don't think anything is going to happen. I was mentally prepared to spin, but I was hoping that I'm not going to spin. Now, if you watch the next couple of seconds, you see at that moment, it slowly starts to spin. It's getting faster. The problem is there's no protocol. There's nobody in the world telling you, listen, Felix, if this happens, you have to do this while the whole world is watching. Then I was trying to move my arms around a little bit, just maybe it does something, and then it stopped for a second, but now it starts getting the opposite direction, and then it really ramps up. At that moment, it's not about breaking records anymore. At that moment, it's all about survival. Speed 600 miles per hour. There's only one way for the blood to leave your skull, and that's through all the eyeballs. If that happens, you're gonna die. Speed 700. I had a Chi-Whiz attached to my hand. The Chi-Whiz is a device